പെൺകുട്ടി അവൾ വിചാരിച്ചിരിക്കുന്നത് ഈ പ്രസവിച്ച് കഴിയുമ്പം ആൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ അവൻ സ്വീകരിക്കും, ഭർത്താവ് സ്വീകരിക്കും. അവൾ ഭർത്താവിനോട് ഒത്തിരി അറ്റാച്ച്ഡാണ്. അവൾക്ക് അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചു. 3 വർഷം മുമ്പ് അപ്പനെ മരിച്ചുപോയി. മിനിയാന്ന് വൈകിട്ട് 6 മണിക്കാണ് കൊണ്ടുവന്നത്. അപ്പം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഹിന്ദിയിൽ പോലീസുകാരോട് പറഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഇവിടെ വന്ന് പോലീസുകാരുടെ മുമ്പ് വെച്ച് തന്നെ സംസാരിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കംപ്ലയിൻ്റ് എഴുതി രാത്രി തന്നെ മെയിൽ ചെയ്തായിരുന്നു. കാരണം ഇവിടെ പറഞ്ഞു അവരവിടെ നിന്ന് വീട് മാറുമായിരിക്കും, ഇവിടെ ഫർണിച്ചറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ വീട് മാറിയേക്കും ഇന്ന് രാത്രി തന്നെ എന്നൊക്കെ അവൾ പറഞ്ഞതുകൊണ്ട് രാത്രി തന്നെ മെയിൽ അയച്ചു. പിന്നെ SP മെയിൽ അയച്ചായിരുന്നു. പിന്നെ രാവിലെ അവിടുത്തെ രാവിലെ SP ഓഫീസിൽ ഒന്ന് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഏതോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ വിളിച്ചപ്പോൾ SP കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ താമസം വന്നാൽ അവർ പകൽ പോകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ മനോരമയിലെ ജീനുവിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ മനോരമ വിളിച്ച് ചോദിച്ചാണ്. അങ്ങനെയാണ് മനോരമ അറിയേണ്ട ഒരു സാഹചര്യം വന്നത്. പിന്നീട് പെൺകുട്ടി അവൾ വിചാരിച്ചിരിക്കുന്നത് ഈ പ്രസവിച്ച് കഴിയുമ്പം ആൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ അവൻ സ്വീകരിക്കും, ഭർത്താവ് സ്വീകരിക്കും. അവൾ ഭർത്താവിനോട് ഒത്തിരി അറ്റാച്ച്ഡാണ്. അവൾക്ക് അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചു. 3 വർഷം മുമ്പ് അപ്പനെ മരിച്ചുപോയി. പിന്നെ അപ്പം മരിക്കാൻ നേരത്ത് ഇവർക്കൊരു 10 ഏക്കർ സ്ഥലമുള്ള 5 ഏക്കർ വീതം മകനും മകളും വേണ്ടി അപ്പം എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. അതുകൊണ്ട് അപ്പം മരിച്ചപ്പോൾ പോലും മകൻ വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മകനുമായിട്ട് ആങ്ങളെയായിട്ടൊരു ബന്ധവുമില്ല. അപ്പം ഇവിടെ കല്യാണം കഴിച്ച ഒരു ലേബറയാണ്, പാവപ്പെട്ട മനുഷ്യനെയാണ്, കൂലിപ്പണി ചെയ്യുന്ന ആളെയാണ്. അങ്ങനെ അയാളുടെ കൂടെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ വന്ന് താമസിക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി പെൺകുട്ടിയാണ്. പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ചെറിയ നേരത്തെ തന്നെ അടുത്തുകൂടെ പ്രഗ്നൻ്റായി. അപ്പോൾ അവർക്ക് ആ കുട്ടിയെ നോക്കാൻ അവർക്ക് പറ്റത്തില്ല. ഈ രണ്ടാമത്തെ കുട്ടികളെ നോക്കാനുള്ള സാമ്പത്തികമില്ല. പിന്നെ അവർക്ക് നാണക്കേടാണ്. പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവളോട് അബോർട്ട് ചെയ്യാൻ വേണ്ടി അവർ മരുന്ന് കൊടുത്ത് അവളെ കഴിച്ചില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിന് അവൾക്ക് സമ്മതമല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പോകാൻ അവർ പറഞ്ഞു. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി ആ സമയത്തൊക്കെ ഒരു ഡിപ്രഷനായിരുന്നു പറഞ്ഞു. അവളുടെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ വന്ന് ആ സമയത്തുള്ള കൂട്ടുകാരും കൂടെ പഠിച്ചൊരു കുട്ടിയുടെ കൂടെ 1 മാസം താമസിച്ചു. അതിനുശേഷം ഡൽഹിയിലുള്ള സംഗീത റാവത്ത് പേരുടെ ഒരു സ്ത്രീ, അവളുടെ ഫ്രണ്ടാണ്, അവിടെ 1 മാസം അവിടെ താമസിച്ചുകൊണ്ടാണ് അവർ ഈ ഇൻസ്റ്റാഗ്രാം വഴി അവർ കമൻ്റായിട്ട് ഇടുകയെന്നാണ് പറഞ്ഞത്. കമൻ്റായിട്ട് എനിക്കിങ്ങനെ ഒരു സാഹചര്യമാണ്, എനിക്ക് ഏതായാലും ഷെൽട്ടർ ഹോം ഉണ്ടോ എന്ന് ചോദിച്ച് അവരങ്ങനെ ഷെൽട്ടർ ഹോം അന്വേഷിച്ച് അവർ പലയിടത്തും ഇട്ടായിരുന്നു. അങ്ങനെ ആരൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വിളിച്ചതാണ്. തീക്കോയിലുള്ളവർ വിളിച്ച് അവർക്ക് കെയർ കൂട്ടി എന്താ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷെൽട്ടർ കിട്ടുമല്ലോ എന്നോർത്ത് അന്നേരം തന്നെ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കുട്ടിയെ അവർക്ക് വേണമെന്ന്. അന്നേരം ഉള്ള ഓർത്ത് പ്രസവം വഴി താമസിക്കാനൊരു സ്ഥലമുണ്ടല്ലോ, അത് കഴിയുമ്പോൾ കുട്ടി അവർക്ക് തന്നെ കിട്ടും എന്ന് വിചാരിച്ചാണ് വന്നത്. അവർ പൈസ അയച്ചു കൊടുത്തു. ടിക്കറ്റിനുള്ളതും ഫുഡിനുള്ളതൊക്കെ പൈസ അയച്ചു കൊടുത്തായിരുന്നു. അത് പിന്നെ അവളുടെ മൊബൈലിനകത്ത് ഇവിടെ വെച്ച മെസ്സേജ് മുഴുവൻ ഇവിടെ ഉണ്ട്, ആ മൊബൈലിലുണ്ട്. അതിനകത്തൊക്കെ ഇവൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലീഗലാണോ, കെയർ കിട്ടുമോ, ഇങ്ങനെയൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയാണ് വന്നത്. വന്നു കഴിഞ്ഞ് കോട്ടയത്ത് വന്നിട്ട് എനിക്ക് KSRTC ബസ് ഫ്രീ ആയിരുന്നു പറഞ്ഞു. അങ്ങനെ ഈരാറ്റുപേട്ട പോയി ഇറങ്ങി. ഈരാറ്റുപേട്ടയിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഓട്ടോയ്ക്ക് കൊണ്ടുപോയി. പിന്നെ അത് വലിയൊരു വീട്, അവർ റിമോട്ട് ഏരിയ ആണെന്ന് കൊണ്ടുവന്ന പോലീസുകാരത്തി പറഞ്ഞായിരുന്നു. അവരവിടെ ചെന്നാണ് ഇവളുടെ ഫോൺ എടുക്കാൻ വേണ്ടി ഇവളുമായിട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു റിമോട്ട് ഏരിയ റബ്ബർ തോട്ടമാണ്. അതിനകത്ത് അടുത്തൊന്നും ഒരു വീടൊന്നുമില്ല, ഈ ഒരു വീട് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഫോൺ എടുക്കാനുള്ള സാധനം എടുത്താണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്.